സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. മത്തായി 12:50. നമ്മളേറെ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യം, ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നൽകാമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. മറിച്ച് നീ വിശ്വസിക്കുന്നത് എന്തും നിനക്ക് സംഭവിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഇവിടെയുമുള്ളൊരു പ്രശ്നം. അതായത് ദൈവത്തോട് നാം സ്നേഹപ്രകടനങ്ങൾ നടത്താറുണ്ട്, ദൈവത്തോട് നമ്മൾ അനേക കാര്യങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്, നമ്മൾ ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ നമ്മളുടെ ഇഷ്ടമാണോ ഈശോ മിശിഹായുടെയും പിതാവായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഇഷ്ടമാണോ നമ്മുടെ പ്രവൃത്തികളുടെ ഉൾക്കാമ്പ്? അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആരുടെ ഇഷ്ടമനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഈശോയോട് നമുക്ക് കൂട്ടായ്മയുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്ന അളവ് പോൽ. അതായത് ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നത് എൻ്റെ സന്തോഷമാണോ, മറ്റുള്ളവരുടെ സന്തോഷമാണോ, എൻ്റെ അഭിമാനമാണോ, എൻ്റെ ഇഷ്ടമാണോ? ഇതുപോലെ തന്നെ അതേ പ്രവൃത്തി പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമാണോ, അവിടുന്ന് അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുകൂടി നമുക്ക് പരിശോധിച്ചിട്ട് അത് നിർവഹിക്കാൻ കഴിയുമ്പോൾ തീർച്ചയായും നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്ന മഹത്വത്തോട് ആ പ്രവൃത്തി ഐക്യപ്പെടുത്തുന്നു. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. മത്തായി 12:50.